യന്ത്രരാജൻ വിഭൂതി. ഉത്തരകൂട യുവരാജാവ് എന്നെ പറഞ്ഞയച്ചതാണ്. എന്താണ് അദ്ദേഹത്തിന്റെ ഇംഗിതം? എത്രയോ കാലമായി നിങ്ങൾ മുക്തധാരയെ അണകെട്ടി തടയാൻ യത്നിക്കുന്നു. വീണ്ടും വീണ്ടും അത് പൊട്ടി എത്രയോ ആളുകൾ മണ്ണിനടിയിലായി. എത്രയോ പേർ വെള്ളത്തിൽ ഒഴുകിപ്പോയി. അവരുടെ പ്രാണത്യാഗം വ്യർത്ഥമായില്ല. എന്റെ അണക്കെട്ട് പൂർത്തിയായിരിക്കുന്നു. ശിവധാരയിലെ ജനങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ദൈവം അവർക്ക് കൊടുത്തിട്ടുള്ള വെള്ളം തടയാൻ ഒരു മനുഷ്യന് കഴിയുമെന്ന് അവർക്ക് വിശ്വസിക്കാൻ വയ്യ. അവർക്ക് ദൈവം വെള്ളം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആ വെള്ളം ബന്ധിക്കാനുള്ള ശക്തി എനിക്ക് തന്നിരിക്കുകയാണ്. ഒരാഴ്ച കഴിഞ്ഞാൽ അവരുടെ വയലുകൾ. നിങ്ങളുടെ അണക്കെട്ടിന്റെ ഉദ്ദേശം അവരുടെ വയലുകൾ ഉണക്കി നശിപ്പിക്കുകയായിരുന്നില്ലേ? പ്രകൃതി ശക്തിയെ ബന്ധിച്ച് മനുഷ്യബുദ്ധിയെ വിജയിപ്പിക്കുക എന്നതായിരുന്നു അതിന്റെ ഉദ്ദേശം. ഏതെങ്കിലും കർഷകന്റെ വയൽ ഉണങ്ങിപ്പോകുമോ എന്നുള്ള കാര്യം ചിന്തിക്കാൻ എനിക്ക് അവസരമുണ്ടായില്ല. യുവരാജാവ് ചോദിക്കുന്നു, ഇപ്പോഴെങ്കിലും അതിനെപ്പറ്റി ചിന്തിക്കുവാനുള്ള അവസരമായില്ലേ എന്ന്. ഇല്ല, ഞാൻ യന്ത്രശക്തിയുടെ മഹത്വത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശക്കുന്നവരുടെ കരച്ചിലിന് നിങ്ങളുടെ ആ ചിന്തയെ തകർക്കാനുള്ള കഴിവില്ലേ? ഇല്ല, വെള്ളത്തിന്റെ വേഗത കൊണ്ട് എന്റെ അണക്കെട്ട് പൊട്ടുകയില്ല. കരച്ചിലിന്റെ ശക്തി കൊണ്ട് എന്റെ യന്ത്രം കുലുങ്ങുകയില്ല. ശാപഭയം നിങ്ങൾക്കില്ലേ? നോക്കൂ, ഉത്തരകൂടത്തിൽ ജോലിക്കാരെ കിട്ടാതെ വന്നപ്പോൾ മഹാരാജാവിന്റെ കൽപ്പന പ്രകാരം ചണ്ഡപത്തനത്തിലെ ഓരോ വീട്ടിൽ നിന്നും 18-ൽ കൂടുതൽ പ്രായമുള്ള ചെറുപ്പക്കാരെ ഞങ്ങൾ വിളിച്ചു കൊണ്ടുവന്നു. അവരാരും തിരിച്ചു പോയില്ല. അവരുടെ അമ്മമാരുടെ ശാപം അതിജീവിച്ച് എന്റെ യന്ത്രം ജയിച്ചിരിക്കുന്നു. യുവരാജാവ് പറയുന്നു, ഈ വിജയം കെട്ടിയുയർത്തിയതിലുള്ള യശസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് നിങ്ങൾ തന്നെ തകർത്ത് അതിലുപരിയായ യശസ് സമ്പാദിക്കുക. ഈ അണക്കെട്ട് തീരുന്നത് വരെ അതെന്റേതായിരുന്നു. ഇപ്പോൾ അത് ഉത്തരകൂടത്തിലെ സകല ആളുകളുടെയും വകയാണ്. അത് നശിപ്പിക്കാനുള്ള അധികാരം ഇനി എനിക്കില്ല. എവിടെ എവിടെ ആ സ്ത്രീ? എവിടെ എവിടെ? അതാ അതാ അവിടെ. നോക്കൂ, ഇത് യന്ത്രത്തിന്റെ സമീപത്ത് നിന്ന് കിട്ടിയതാണ്. തിരിച്ചറിയാനാകുന്നുണ്ടോ? അയ്യോ, എന്റെ പൊന്നു മോനെ സുമൻ. കഴിഞ്ഞ പെരുന്നാളിന് ഞാൻ അവന് തുന്നിക്കൊടുത്ത അതേ വസ്ത്രം. മകനെ, അണക്കെട്ട് പൊട്ടിച്ചിരിക്കുന്നു. അണക്കെട്ട് ആരോ പൊട്ടിച്ചിരിക്കുന്നു. അണക്കെട്ട് പൊട്ടി. അണക്കെട്ട് പൊട്ടിച്ച്. അനവധി യുവാക്കളെ ഞാൻ ബലി കഴിച്ച് നേടിയ വിജയം ആരാണ് തകർത്തത്? 25 വർഷത്തെ എന്റെ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞ ലോഹയന്ത്രം തച്ച് തകർത്തത് ആരാണ്? യുവരാജാവാണ്. ശിവധാരയിലെ ജനങ്ങളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടിയാണ് രാജാവ് അത് ചെയ്തത്. പക്ഷേ എന്താണ് സംഭവിച്ചത്? അണക്കെട്ട് തകർത്തത് യുവരാജാവാണ്. അണക്കെട്ടിന് എവിടെയോ ഒരു കേടുണ്ടായിരുന്നത് എങ്ങനെയോ അദ്ദേഹം കണ്ടുപിടിച്ചു. ആ സ്ഥാനത്ത് അദ്ദേഹം ശക്തിയായി അടിച്ചു. അപ്പോ മുക്തധാരയുടെ പ്രവാഹം അമ്മയെ പോലെ അദ്ദേഹത്തെയും മടിയിലേറ്റിക്കൊണ്ടുപോയി. നശിച്ചോ? എല്ലാം നശിച്ചോ? യുവരാജാവ് മരിച്ചോ? മോനെ സുമൻ, നീ പോയോ? മോനെ, നശിക്കട്ടെ, എല്ലാം നശിക്കട്ടെ.
പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് നിസ്സഹായരായ ജനങ്ങൾ ഇവിടെ മരിച്ചു വീണു. ജാതി മത അടിസ്ഥാനത്തിൽ ബംഗാളിനെ വിഭജിക്കുക എന്നതായിരുന്നു ബ്രിട്ടീഷുകാരുടെ പുതിയ തന്ത്രം. എന്റെ പ്രിയ സഹോദരങ്ങളെ, ബംഗാൾ വിഭജനം നടപ്പിലാക്കാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചിരിക്കുകയാണ്. നാം ജനിച്ചു വളർന്ന നാടിന്റെ, നമ്മുടെ മാതൃഭൂമിയുടെ ഐക്യം നിലനിർത്താൻ വേണ്ടി ജാതിദേശം കൂടാതെ നമ്മൾ പടപൊരുത്തണം. വിരുന്നു വന്നവൻ വീട്ടുകാരനാവുകയും നമ്മെ ഭിന്നിപ്പിച്ച് ഭരിക്കാനൊരുങ്ങുകയും ചെയ്യുന്നതിനെതിരെ വർദ്ധിച്ച ആത്മവീര്യത്തോടെ നമുക്ക് മുന്നേറണം. ബംഗാളിന്റെ മണ്ണും വായുവും ഫലങ്ങളും പാവനങ്ങളാകുന്നു. ആ പാവനത, അതിന്റെ തനിമ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാൻ ജീവൻ വെടിഞ്ഞും പൊരുതാനിറങ്ങുന്ന നമ്മെ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സമുന്നതനായ നേതാവും ദേശസ്നേഹിയുമായ ബാലഗംഗാധര തിലകനെ അദ്ദേഹത്തിന്റെ കേസരി എന്ന പത്രത്തിൽ വന്ന ലേഖനങ്ങൾ രാജ്യദ്രോഹ പരമാണെന്ന് ആരോപിച്ച് തുറുങ്കിലടച്ചിരിക്കുകയാണ്. ഇതിനെല്ലാമെതിരെ നമ്മൾ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ദേശസ്നേഹികളായ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിൽ ബ്രിട്ടീഷ് പട്ടാളം ആയിരക്കണക്കിന് ജനങ്ങളെ കൂട്ടക്കൊല ചെയ്തു. ഇവിടെ മരിച്ചു വീണ സഹോദരീ സഹോദരന്മാരുടെ ആത്മാഭിമാനം കണക്കിലെടുത്ത് ബ്രിട്ടീഷുകാർ വെച്ച് നീട്ടിയ സർ പദവി ഞാൻ നിരസിച്ചു. ഈ സമയത്താണ് ശ്രീ ബങ്കിം ചന്ദ്രന്റെ ആനന്ദമഠം എന്ന നോവൽ പുറത്തുവരുന്നത്. അതിലെ വന്ദേ മാതരം എന്ന ഗാനം ആദ്യമായി ആലപിക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു.